സെക്രട്ടേറിയറ്റിൽ ഇപ്പം ശരിയാക്കി തരാം, കാര്യം നടത്തി തരാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ ബിസിനസ് എല്ലായിടത്തും നടക്കുന്നുണ്ട്, എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്. അവരുടെ കച്ചവടം പൂട്ടി പോകുമ്പോഴാണ് കലക്ടർ നേരിട്ട് കാര്യങ്ങൾ അറിയുന്നു. ഇതാണ് അതിൻ്റെ ശരിയും. ജനാധിപത്യം അതാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇതിൽ മേളിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനടുത്ത് പറയാണ്, നീ ഇങ്ങനെ എഴുതണ്ട, ഞാൻ പറയുന്ന പോലെ എഴുതണം. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അല്ലെങ്കിൽ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഒപ്പീനിയൻ ഫയലിൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അതിനല്ല ശമ്പളം കൊടുത്ത് ഓരോരുത്തരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. എത്ര പേജ് ഡൈനമിക്കാണ് ഈ പറയുന്ന, എത്ര സോഷ്യൽ മീഡിയ പേജിലൂടെ പബ്ലിക് ഗ്രീവൻസ് പരിഹരിക്കപ്പെടുന്നുണ്ട്, എത്ര പേജുകൾ വെറും PR പേജുകൾ മാത്രമായിട്ട് നിൽക്കുന്നു. അവിടെയാണ് പ്രശ്നം. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ജനാധിപത്യ സംവിധാനം അനുസരിച്ച് നമ്മുടെ നാട് ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ നേതൃത്വമാണ്. ഭരണകൂടത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭരിക്കാൻ പ്രാപ്തരാക്കുന്ന ഉത്തരവാദിത്തമാണ് സിവിൽ സർവീസിനുള്ളത്. ഓരോ പൗരനും മാതൃക നൽകുന്നവരായിരിക്കണം IAS IPS ഉദ്യോഗസ്ഥർ. പക്ഷേ ഒരു സാധാരണ പൗരൻ പോലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം പരസ്പരം പോരടിക്കുമ്പോൾ അത് സർക്കാരിന് എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ N. പ്രശാന്ത് IAS. സ്വാഗതം. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുക അല്ലെങ്കിൽ ഒരു IAS കുപ്പായം അണിയുക എന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനകാലം മുതൽ തന്നെ ഓരോ യുവത്വത്തിൻ്റെയും വലിയൊരു സ്വപ്നം തന്നെയാണ്. അത് ചുരുക്കം ചില മിടുക്കരായവർക്ക് മാത്രം ലഭിക്കുന്ന നേട്ടവുമാണ്. ഒരു ഭരണകൂടത്തെ താക്കോൽ സ്ഥാനത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുക, ക്രമസമാധാനം സംരക്ഷിക്കുക, അതിലുപരി നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ഒരു നാടിൻ്റെ വികസനത്തിന് മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ കാതലായ നിർണായകമായ പങ്കുവയ്ക്കുക, ഇതൊക്കെയാണ് ഈ സിവിൽ സർവീസിൻ്റെ ഒരു ആകർഷണം. പക്ഷെ നമ്മൾ കേട്ടറിഞ്ഞതിലും കണ്ടറിഞ്ഞതിലും അപ്പുറം യാഥാർത്ഥ്യത്തിലോട്ട് വരുമ്പോൾ എവിടെയാണ് ഈ സിവിൽ സർവീസിനൊരു പൊരുത്തക്കേടുകൾ വരുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സിവിൽ സർവീസ് എന്തോ ഒരു വലിയ സംഭവമാണെന്നും അത് കുട്ടികളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്തോ ഒരു വലിയ കനിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം തുടങ്ങുന്നത്. ഇതിനെ ഒരു ജോലിയായിട്ട് കാണുക, ഇതിനൊരു പ്രൊഫഷനായിട്ട് കാണണം. പ്രൊഫഷനായിരിക്കണം, ഷുഡ് ബി പ്രൊഫഷണൽ. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളായാലും ചർച്ചകളായാലും വിമർശനങ്ങളാണെങ്കിലും ഒക്കെ ഇതിനെയൊക്കെ അതിൻ്റെതായ തലത്തിൽ കാണാനുള്ളൊരു പക്വത സമൂഹത്തിനും വേണം, വ്യക്തികൾക്കും എല്ലാവർക്കും വേണം. ഒരു എന്തിനേയും അതിൻ്റെ കണ്ടൻറ്റ് ശ്രദ്ധിക്കാതെ ഇപ്പോൾ പറയാം സിവിൽ സർവീസിലെ അടിപിടി എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ട്രിവിലൈസ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിലുള്ള വിഷയത്തിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് ശ്രദ്ധ തിരിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. അയ്യോ തമ്മിത്തല്ലാണെന്നുള്ളത്. എന്താണ് അവിടെ വിഷയം, എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും രീതി. എന്തും ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് എല്ലാവരും അങ്ങ് പൊക്കോളും എന്നൊരു കോൺഫിഡൻസ് അൺഫോർച്ചുനേറ്റ്ലി പലർക്കും ഉണ്ടായിപ്പോയി. അതാണ് യഥാർത്ഥ വിഷയം. അല്ലാതെ സിവിൽ സർവീസിൻ്റെ ഒരു അപജയം എന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തോ തർക്കങ്ങൾ കാരണം വലിയ പ്രശ്നം ഉണ്ടാകുന്നെന്നോ അതൊന്നുമല്ല. എന്ന് മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന മഹത്തായ എന്തോ ഒരു സംഭവമുണ്ട്, അതിൻ്റെ വില പോകുന്നുവോ, ഇത്തരം ചിന്തകളാണ് പ്രശ്നം. നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടന അനുസരിച്ച് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കാനാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. ഒരു മഹത്തായ ജോലിയിലിരുന്ന് അതിൻ്റെ ഒരു കുപ്പായം അണിഞ്ഞ് സുഖിച്ച് നടക്കാനോ അതൊന്നുമല്ല. ദാറ്റ് ഈസ് നോട്ട് അവർ ജോബ്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലിരിക്കുന്നവർ, അത് IAS ആയാലും ശരി IPS ആയാലും ശരി, സർക്കാർ എന്താണോ സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി മുന്നോട്ട് പോവുക, അത് ഈ സിവിൽ സർവൻസിന് മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രത്യേകതര ഒരു നിയമമാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു എന്താ പറയുക അവകാശക്കുറവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും പൗരന്മാരല്ലാതൊന്നും ആവുന്നില്ല. ഒരു ജോലിയിൽ കയറുമ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പൗരനായി ഇരിക്കാനുള്ള അവകാശമില്ല, അങ്ങനെയൊന്നുമല്ല. യു ആർ സ്റ്റിൽ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഹയർ സിവിൽ സർവീസ് ഉണ്ടല്ലോ, ഹയർ സിവിൽ സർവീസ് ഉണ്ടാക്കിയിരിക്കുന്ന ഇതിനൊരു ലെഗസി ഉണ്ട്. ലെഗസി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലം തൊട്ടേ ഉള്ള ഒരു ലെഗസിയുണ്ട്. അതായത് കോളനി ആയിട്ട് ഇന്ത്യയെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിച്ച ഒരു ICSൻ്റെ ലെഗസി അതിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ഓർക്കണം. ഇവിടെയുള്ള സാധാരണക്കാരെ മുഴുവനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചറും നിയന്ത്രണങ്ങളും ഒക്കെ നമ്മൾ അതേപടി തുടർന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഒരളവ് വരെ നമുക്കൊരു നിയന്ത്രണവും കൺട്രോളൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ ഒരു കാലഘട്ടം തുടക്കത്തിലുള്ളത്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ശക്തിപ്പെടലിനോടൊപ്പം തന്നെ എല്ലാം മാറി. അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അന്നത്തെ ഇന്ത്യയിൽ വിവരാവകാശം നിയമം എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റില്ല. അന്ന് ഒഫീഷ്യൽ സീക്രട്സ് ആക്റ്റാണ്, എല്ലാം നിയന്ത്രിക്കണം, രഹസ്യമായി വെച്ചിരിക്കണം. അതാണ് അന്ന് ശരി, കാലഘട്ടത്തിൻ്റെ ശരിയാണ്. ഇന്നത്തെ ജനാധിപത്യത്തിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല, ആൾക്കാർ മിണ്ടാൻ പാടില്ല, പരസ്പരം എന്ന് മാത്രമല്ല പബ്ലിക് അറിയാൻ പാടില്ല, ഒരു 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 ഡിസ്കോഴ്സ് പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ബാലിശമാണെന്നല്ല, സത്യം പറഞ്ഞാൽ കാലഘട്ടത്തിന് നിരക്കാത്ത കോൺസെപ്റ്റാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കുക ആ ഒരു സ്ട്രക്ചറിനകത്ത് നിൽക്കുന്ന ഒരു സംഭവമല്ലേ ഈ സിവിൽ സർവീസും. സിവിൽ സർവീസിന് വ്യത്യസ്തമായിട്ടുള്ള അല്ല, ഇവർ മാത്രം മിണ്ടാൻ പാടില്ല. ഇവർ വിവരാവകാശപ്രകാരം എല്ലാ വിവരവും പുറത്തു കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ പക്ഷേ മിണ്ടാൻ പാടില്ല. ഇവിടെ എന്തോ തകരാറുണ്ടെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഇൻഫർമേഷൻ ഫ്ലോയിനെ ആരാണ് ഭയക്കുന്നത്? പൊതുവേ നമ്മൾ മോഡേൺ മാനേജ്മെൻറ്റിൽ പറയാറുണ്ട്, ഇൻഫർമേഷൻ ഫ്ലോ എവിടെയൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ടോ അവിടെയൊക്കെ ചീഞ്ഞ് നാറാൻ തുടങ്ങും. RTIനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ നിയന്ത്രിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, സത്യമാണ്. ദേശസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ഒരു അണ്ടർ ഇൻവെസ്റ്റിഗേഷനായിട്ടുള്ള ക്രൈമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് പറയേണ്ട കാര്യം. മറ്റ് എന്ത് വിവരമാണ് പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ മറച്ചു വയ്ക്കേണ്ടത്? എന്ത് കാര്യമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഭയപ്പെടേണ്ടത് എന്താണ്? അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ പബ്ലിക്കിനെ ഭരണ സംവിധാനത്തിൽ നിന്ന് മാറ്റി ദൂരെ നിർത്തുന്നത് എന്തിനാണെന്ന് ആദ്യം നമ്മൾ സ്വയം ചോദിക്കണം. കാരണം അപ്പോഴാണ് ഈ ചൂഷണവും അപ്പോഴാണ് ഈ ഇടനിലയും ഒക്കെ വരുന്നത്. അതിൽ നിന്ന് പവർ ആർജിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, കോഴിക്കോട് കളക്ടറായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 2015 അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അന്ന് കളക്ടറുടെ പേജ് വരുന്നു, അതുവഴി പബ്ലിക്കിന് നേരിട്ട് പബ്ലിക് ഗ്രീവൻസ് പറയാം. അവർ പരാതിയായിട്ട് ചിലപ്പോൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലായിരിക്കും ഇടുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ബാക്ക് എൻഡിൽ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ നല്ല റെസിസ്റ്റൻസ് ഉണ്ടായി അവിടെ. അതിൻ്റെ പ്രധാന ഒരു എന്താ പറയുക ഉറവിടം എവിടെയാണെന്ന് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. കാരണം കളക്ടറേറ്റിൽ ഇപ്പം ശരിയാക്കി തരാം, കാര്യം നടത്തി തരാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ ബിസിനസ് എല്ലായിടത്തും നടക്കുന്നുണ്ട്, എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്. അവരുടെ കച്ചവടം പൂട്ടി പോകുമ്പോഴാണ് കളക്ടർ നേരിട്ട് കാര്യങ്ങൾ അറിയുന്നു. അല്ല അങ്ങനെ വരുമ്പോൾ വെച്ചാൽ ഇടയിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥർക്കോ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. ഇൻഫർമേഷൻ ഫ്ലോ ഫ്രീ ആവണം. ഇൻഫർമേഷൻ ഫ്ലോ എപ്പോഴൊക്കെ നിങ്ങൾ തടയുന്നു, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ആരും എൻ്റെ അടുത്ത് വരണ്ട, ആരും ഞാനുമായിട്ട് സംവദിക്കേണ്ട, ഞാനൊരു എന്താ പറയുക വളരെ സുരക്ഷിതമായ വലയത്തിൽ നടക്കുക, എനിക്കും കംഫർട്ടാണ് ആക്ച്വലി. അങ്ങനെ ഒരു കളക്ടർ ജീവിച്ചാൽ വളരെ കംഫർട്ടാണ്, ശല്യമില്ല, ആരുടെയും ശല്യമില്ല. അങ്ങനത്തെ ഒരു ജീവിതം ആണ് കാക്ഷിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ സത്യത്തിൽ നിങ്ങൾ വീക്കാവുകയാണ് ചെയ്യുക. നിങ്ങളെ പറ്റിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ്. തൊട്ട് താഴെയുള്ളവരുണ്ടാവും, ഇവരൊക്കെ പറയുന്നത് വെരിഫൈ ചെയ്യാനുള്ള, ഇൻഡിപെൻഡൻ്റ്ലി വെരിഫൈ ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കില്ലാതെ പോകും. സോ ഇൻഫർമേഷൻ ഫ്ലോ ഫ്രീ ആകുമ്പോൾ കൂടുതൽ പവർഫുൾ ആവുമെന്നാണ്, പവർഫുൾ ഇൻ ദ സെൻസ് പ്രൊഫഷണലി പവർഫുൾ ആൻഡ് മോർ എഫക്റ്റീവ് ആവുമെന്നാണ് എൻ്റെ അനുഭവം. നിയമപ്രകാരം അതാണ് ശരിയെന്നും എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അവിടെയാണ് ഞാൻ സിവിൽ സർവീസിനെ കാണുന്നത്. ഇത് എൻ്റെ വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല, ഇത് ലോകമെമ്പാടുമുള്ള സിവിൽ സർവീസിൻ്റെ രീതികളൊക്കെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. നമുക്ക് മാത്രം ഈ ഒരു റൊമാൻറ്റിസിസം ഉണ്ട്, പഴയ കാലഘട്ടത്തിലെ ആ ഒരു രീതി തുടരണം, ഒരു ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ അടിമകളെപ്പോലെ കൊണ്ട് നടക്കണം ആൾക്കാരെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം വിത്ത് അസ്. ഇപ്പോൾ കളക്ട്രേറ്റിൽ ഈ ഒരു സുതാര്യത കൊണ്ടുവരുന്ന സമയത്ത് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും എതിർക്കുമെന്ന്. ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതോ ഒന്നും ഇപ്പോൾ ആരും എതിർക്കുന്നില്ല. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.
നാളെ ഇത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇതായിരിക്കും നോം, ഇതായിരിക്കും ശരി എന്ന് അറ്റ്ലീസ്റ്റ് ഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലാവുമെന്നും അത് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ കോഴിക്കോട് കളക്ടറായിരുന്നപ്പോഴാണ് ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന രീതിയിൽ, അതാണ് താങ്കൾ ഈ പറഞ്ഞത്, സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പൊതുജനങ്ങളുമായി സംവദിക്കുന്നു, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കളക്ടർ മനസ്സിലാക്കുന്നു, ആ രീതിയിലൊരു ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചത്. അത് പിന്നീട് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കളക്ടർ ബ്രോ എന്ന രീതിയിൽ താങ്കൾക്കൊരു പേര്, അങ്ങനെ താങ്കൾ ഒരു ജനകീയനായൊരു കളക്ടറായി മാറി. പിന്നീട് ഇപ്പോൾ താങ്കൾ അത് പലരും ചോദ്യം ചെയ്തു തുടക്കകാലത്ത്, പിന്നീട് അത് പലരും അതേ രീതി ഫോളോ ചെയ്യുന്നു. അത് കളക്ടർമാർ മാത്രമല്ല, ജനപ്രതിനിധികൾ. 15-ൽ കളക്ടറുടെ ഈ ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ മിനിസ്റ്റേഴ്സിന് സോഷ്യൽ മീഡിയ ഹാൻഡിലില്ല, പേജില്ല. ഒരു കളക്ടർക്കും ഇല്ല, ഒരു SP ക്കില്ല, ഒന്നുമില്ല. അന്ന് കളക്ടർ എന്താണ് ഫേസ്ബുക്കിൽ ചെയ്യുന്നതെന്നാണ് തമാശയായിട്ട് അല്ലെങ്കിൽ പരിഹസിച്ച് ചോദിച്ചത്. ആക്ച്വലി ഒരു കാര്യം കൂടെ പറയട്ടെ, അന്ന് അവിടുത്തെ ആ പേജ് അതിനകത്തുണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കളക്ടറുടെ മുഖം അവിടെ ഇടാറില്ലായിരുന്നു. കളക്ടർ ഉദ്ഘാടനം ചെയ്തു, കളക്ടർ ഇത് ചെയ്തു, അങ്ങനെ ഒരു സംഭവം നമ്മൾ ആ പേജിൽ ഇടില്ലായിരുന്നു. ആസ് എ പോളിസി ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. ജനങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും ഇടുമായിരുന്നു. നമ്മളൊരു ഇൻട്രാക്റ്റീവ് ഡൈനാമിക് ആയിട്ടുള്ളൊരു പേജായിരുന്നു നടത്തിയിരുന്നത്. പിന്നെ പബ്ലിക് ഗ്രീവൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈങ് ഇതുമായിരുന്നു. എനിക്ക് ഓർമ്മയുടെ തുടക്കത്തിലിത് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ആൾക്കാർ ഇതിൽ പരാതിയൊക്കെ അയക്കും, പക്ഷേ അത് പരിഹരിക്കപ്പെടുമെന്ന് അവർക്കൊരു വിശ്വാസമില്ല. അവർ കടലാസിൽ എഴുതിയിട്ട് അടുത്ത ദിവസം വന്നിട്ട് എനിക്ക് എന്നും ഓർമ്മയുണ്ട്, ഒരാൾ പരാതിയും കൊണ്ട് വന്നിട്ട്, ഇത് ഫേസ്ബുക്കിൽ ഞാൻ പരാതി അയച്ചിരുന്നു, പക്ഷേ ഇതാണ് യഥാർത്ഥ പരാതി എന്ന ഒരു ഭാവത്തിൽ കൊണ്ട് തരുന്നത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ CA എടുത്തപ്പോൾ ചോദിക്കും, ഇത് നമ്മൾ നോക്കിയതാണല്ലോ, തീർന്നല്ലോ. അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് ഇത് പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ മുഖം എന്നും ആസ് എ സിറ്റിസൺ ഞാനും അതാണ് ആഗ്രഹിക്കുക. ഞാൻ കുറേ കാലം അപ്പുറത്തുണ്ടായിരുന്ന ആളാണ്. ഞാൻ സിവിൽ സർവീസ് എഴുതി ഇപ്പുറത്ത് വരുന്നതിന് മുമ്പ് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാതിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗവൺമെൻറ്റാണ്. ഇതിലെന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് അന്നും ഞാൻ ചോദിച്ചതാണ്. ഇത് ആർക്കാണ് ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സർവീസസ് മാന്യമായിട്ട് കിട്ടുന്നു. എല്ലാവരും അവിടെ കളക്ടറേറ്റിൽ വന്ന് നിരങ്ങണ്ടേയും അയാളുടെ ഒരു ദിവസത്തെ ജോലി കൂലി ഇതൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ ഒരു മെസ്സേജിനകത്ത് പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷെ അന്ന് ഇതൊന്നും കേൾക്കാനുള്ള സൗമനസ്യമൊന്നും പലരും കാണിച്ചിരുന്നില്ല. ഇന്ന് എല്ലാവരും ഇത് ചെയ്യുമ്പോൾ പോലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എത്ര പേജ് ഡൈനമിക്കാണ്. ഈ പറയുന്ന എത്ര സോഷ്യൽ മീഡിയ പേജിലൂടെ പബ്ലിക് ഗ്രീവൻസ് പരിഹരിക്കപ്പെടുന്നുണ്ട്, എത്ര പേജുകൾ വെറും PR പേജുകൾ മാത്രമായിട്ട് നിൽക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഇത് ഒരു PR പേജായിട്ട് നടത്താനല്ല, ആ സാധ്യത മനസ്സിലാക്കുന്നില്ല എന്നുള്ള അനന്തമായ സാധ്യതയാണ്. ഇതുവഴി വിദേശ രാജ്യങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ പേജിലൂടെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് സൊല്യൂഷൻസ് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ അന്ന് താങ്കൾ അതായത് താങ്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പരമ്പരാഗതമായ ചില കോൺസെപ്റ്റ് ഉണ്ട്, അതിനെയൊക്കെ ഒന്ന് താങ്കൾ പൊളിച്ചെഴുതാൻ ശ്രമിച്ചു. അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാം. ഇപ്പോൾ അതേ രീതി അന്ന് വെല്ലുവിളിച്ചവർ അല്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്തവർ പലരും ഇന്നും പല രീതിയിൽ പല ഭാഗങ്ങളിലെ അത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെയാണോ താങ്കൾ ഇപ്പോൾ IAS ഒരു സെക്രട്ടറി പോസ്റ്റിലൊക്കെ എത്തിയപ്പോൾ ഈ മേലുദ്യോഗസ്ഥരെ ഒരു അർത്ഥത്തിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല, അവരെന്ത് പറയുന്നു അതുപോലെ വെറും ഒരു ഒബീഡിയൻ്റായി ജൂനിയറായിരിക്കുന്ന ഉദ്യോഗസ്ഥർ ആ രീതിയിൽ അവർ എവിടെ ഒപ്പിടാൻ പറയുന്നു ആ ഫയലിൽ ഒപ്പിടുക, അവർ പറയുന്ന അതേപടി അനുസരിക്കുന്ന ഒരു ചട്ടക്കൂട്, ആ പരമ്പരാഗതമായ ചട്ടക്കൂടിനെ താങ്കൾ അവിടെയും പൊളിച്ചെഴുതാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഒരു തുടക്കമായാണോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ താങ്കൾ ഏത് ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണോ മേലുദ്യോഗസ്ഥനെതിരെയാണോ താങ്കളുടെ വിമർശനം പറയാൻ ആഗ്രഹിച്ചത്, അത് ആ പ്ലാറ്റ്ഫോമിലൂടെ താങ്കൾ അങ്ങനെ ഒരു തുടക്കം കുറിച്ചത് ഒരു പക്ഷേ ആ ഒരു രീതി പൊളിച്ചെടുക്കുന്നുള്ള ശ്രമം തന്നെയാണ്? അങ്ങനെ ബോധപൂർവമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തതല്ല. പക്ഷേ കളക്ടറേറ്റ് ഒരു ഫീൽഡ് ഓർഗനൈസേഷനാണ്. സെക്രട്ടേറിയറ്റ് അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് പോളിസി തലത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഓഫീസാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അങ്ങനെയൊക്കെ പോവും. പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഹയറാർക്കിയാണ്. ഈ ഹയറാർക്കിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് മാനുവൽ അനുസരിച്ചാണ്, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രകാരം നമ്മളൊരു നോട്ട് താഴേന്ന് എഴുതി കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. മിനിസ്റ്ററാണ് ഗവൺമെൻറ്,
അപ്പോൾ മിനിസ്റ്റർക്ക് വേണമെങ്കിൽ ഇതിൽ താഴെയുള്ള ഒരു ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആളെഴുതിയ നോട്ട് അപ്രൂവ്ഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ മുകളിലുള്ള എല്ലാവരും എഴുതിയ നോട്ട് വെറുതെയായി. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുക. ഇതാണ് അതിൻ്റെ ശരിയും. ജനാധിപത്യം അതാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിസ്കിലെടുക്കണം. അദ്ദേഹം ഇതിൽ ആരാണ് ശരിയായിട്ട് എഴുതിയതെന്ന് അയാൾക്ക് ബോധ്യം വന്നിട്ട് വേണം അത് എടുക്കാൻ. അപ്പോൾ ഇതിൽ മേളിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനടുത്ത് പറയാണ്, നീ ഇങ്ങനെ എഴുതണ്ട, ഞാൻ പറയുന്ന പോലെ എഴുതണം. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അല്ലെങ്കിൽ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഒപ്പീനിയൻ ഫയലിൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അതിനല്ല ശമ്പളം കൊടുത്ത് ഓരോരുത്തരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഓരോ വ്യക്തിയെയും ഓരോ ജോലി അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവനവൻ്റെ ഒപ്പീനിയൻ എഴുതാനാണ്. അപ്പോൾ ഇവിടെയുള്ള ആകെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ ചോദിച്ചുകൊണ്ട് പറയണം, എനിക്ക് സ്വതന്ത്രമായിട്ട് എൻ്റെ ഒപ്പീനിയൻ ഫയലിൽ എഴുതാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. എൻ്റെ ജോലി അതാണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. അതിനാണ് എനിക്ക് ശമ്പളം കിട്ടുന്നതെന്നും എനിക്കറിയാം. അങ്ങനെ ഇരിക്കെ ഞാൻ എഴുതുന്ന നോട്ടുകൾ ഫയലിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഞാൻ നോട്ട് എഴുതാതെ നിയമവിരുദ്ധമായ രീതിയിൽ ചില ഫയലുകൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒഫീഷ്യലി തന്നെ റെസ്പോണ്ട് ചെയ്യും. ഫയലിൽ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് പൊതുജനമധ്യത്തിൽ കൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, അല്ലേ? ഫയലിനകത്ത് എഴുതിയാൽ മതിയല്ലോ, അവിടെ ചെയ്തെന്ന് അത് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുന്നു. അതിന് ശേഷം വ്യാജമായിട്ട് ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് വ്യാജമായി സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഫേക്കായിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുക, ഒരു മാധ്യമ സ്ഥാപനമായിട്ട് ചേർന്നൊരു ഫേക്കായിട്ടുള്ള ന്യൂസ് കൊടുക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊതുജനമധ്യത്തിൽ ഇത് വിഷയം വന്നു കഴിഞ്ഞു. പിന്നെ ഞാനവിടെ സംസാരിക്കണ്ടേ, ഞാൻ അവിടെ പറയണ്ടേ? ഞാനത് പറയാതെ വീണ്ടും ഞാൻ ഫയലിൽ മാത്രം പ്രതികരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നാൽ they'll get away. അത് ഭയങ്കര ഓവർ സ്മാർട്ടായി പോയില്ലേ? ഞാൻ ഒരു പൗരൻ കൂടെയാണ്, ഒരു സിവിൽ സർവൻറ്റിനോടൊപ്പം ഞാൻ ഒരു പൗരൻ കൂടെയാണ്. അപ്പം പൊതുജന മധ്യത്തിൽ നമ്മളെ അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു ഫേക്കായിട്ടുള്ള നറേറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് അവകാശമുണ്ട്. എന്നെ പേഴ്സണലി ആണത് ടാർഗറ്റ് ചെയ്ത് പേഴ്സണലി ഞാൻ അത് അവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യും. എന്ന് മാത്രമല്ല, പബ്ലിക് പറയുന്നതിൽ എന്താ പ്രശ്നം? ഇത് പൊതുജനം അറിയുന്നതിൽ എന്താ കുഴപ്പം? പൊതുജനം അറിയട്ടെന്നേ. കാരണം എന്താണ് ഈ ഫയലിൽ നടക്കുന്നതെന്നും ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കും, ഇതൊക്കെ ഒരു സാഹചര്യം, ഒരു അവസരമല്ലേ, പബ്ലിക്കിനും കൂടെ അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. എന്തിനു ഭയക്കണം? ഈ പറയുന്ന എല്ലാ ഫയലുകളും പൊതുജന മധ്യത്തിൽ അൾട്ടിമേറ്റ്ലി വരും. അത് വരണം. കാരണം വന്നു കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് പബ്ലിക്കും അറിയുള്ളൂ. ലെറ്റ് പീപ്പിൾ നോ. നമ്മൾ ഇൻഫർമേഷൻ ഫ്ലോ, നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ഫ്ലോ തടഞ്ഞു വയ്ക്കാൻ അല്ലെങ്കിൽ അറിയാതിരിക്കാൻ, അതിന് ഇത് റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ആണവ കരാറോ അല്ലെങ്കിൽ ഡിഫൻസ് പ്ലാനോ ഒന്നും അല്ലല്ലോ. ലെറ്റ് പീപ്പിൾ നോ. ഏതെങ്കിലും വിമർശനങ്ങൾ അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ അതൊരു സിവിൽ സർവീസിൻ്റെ ചട്ടക്കൂടിൽ അല്ലെങ്കിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ താങ്കൾക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും താങ്കൾ അതിനെ ആ രീതിയിൽ കാണുന്നില്ല. താങ്കൾ എന്താണോ ലക്ഷ്യമിടുന്നത് അവസാനം വരെയും താങ്കൾ പോരാടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പോരാടുന്നൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടനയാണ് ഇവിടെ അൾട്ടിമേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ശരി. അതിലിപ്പോൾ ആര് തർക്കിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ ഭരണഘടന എല്ലാവരും സമ്മാനിക്കാൻ പോകും, ഭരണഘടനയെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കും. ഇതാരും തുറന്നു വായിക്കാറില്ലെന്ന് തോന്നുന്നു. തുറന്നു വായിക്കണം 19(2) റെസ്ട്രിക്ഷൻസ് എന്താണെന്ന്. ഭരണഘടന 19(2) പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ആകെ 9 ഐറ്റംസ്, 9 രീതിയിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അല്ലെങ്കിൽ സുരക്ഷയും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ വിദേശ രാജ്യങ്ങൾ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ഡിഫമേഷൻ, അല്ലെങ്കിൽ പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഇങ്ങനെ അക്കമിട്ട് കൃത്യമായിട്ട് 9 ഐറ്റംസേ ഉള്ളൂ. ഇതിലൊന്നും പെടാതെ ഒരു 10ാമത്തെ ഒരു ഐറ്റം പുതുതായിട്ട് കൊണ്ടുവരാൻ ഇവിടെ ആർക്കും അവകാശമില്ല. ഈ 9 ഐറ്റത്തിൽ ഇന്ത്യൻ ആർമി പോലും ഇല്ല, അറിയാമോ? അതായത് ഒരു സാധാരണ പൗരന് വേണമെങ്കിൽ ഇന്ത്യൻ ആർമിയെ വരെ കുറ്റം പറയാൻ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് പറയുന്നത് IASനെ വിമർശിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ രസകരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും തിരിച്ചു ചോദിക്കും, അല്ല ഭരണഘടനയിൽ അങ്ങനെയൊക്കെ പറയായിരിക്കും, പക്ഷേ നമുക്ക് ഈ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്നൊക്കെ പറയുന്നത് അതാണ് ഏറ്റവും രസം. കാരണം ഈ സിസ്റ്റം എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഇതിനകത്ത് മറ്റൊരു വിഷയമുണ്ട്, ലീഗൽ ലിറ്ററസി എന്ന് പറഞ്ഞൊരു വിഷയം കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ലോ ഗ്രാജുവേറ്റാണ്. നിയമം പഠിച്ചിട്ട് ഇപ്പോൾ ലോ
ഡിഗ്രി കഴിഞ്ഞിട്ട് സിവിൽ സർവീസിൽ വന്ന ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ആരുമില്ല. എൻ്റെ സീനിയേഴ്സിൽ ഇപ്പോൾ കേരള കാഡറിനകത്ത് തന്നെ ആരും ലോ ഗ്രാജുവേറ്റ് അല്ല. അതുകൊണ്ട് അവർ കുറവാണെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിയമം പഠിച്ചവരും അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആ ഒരു അക്യുമെൻ ഉള്ളവരും തമ്മിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. നമ്മൾ പലതും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു ആംഗിളിൽ ഒരു കാര്യം സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവാത്തത് നമുക്ക് സങ്കടം തോന്നും. നമ്മൾ ഇതുപോലെയാണ് തമാശയ്ക്ക് പറയാറുണ്ട്, ക്യാരംസ് നമുക്ക് കളിക്കാം, രണ്ടുപേര് നമ്മൾ ക്യാരംസ് കളിക്കാം. റൂൾസ് അറിയില്ല, താങ്കൾക്ക് റൂൾസ് അറിയില്ല, എനിക്ക് അറിയാമെന്ന് വിചാരിച്ചോ, എന്നാലും ക്യാരംസ് കളി മുമ്പോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ ടേബിൾ ടെന്നീസ് അങ്ങനല്ല. ടേബിൾ ടെന്നീസ് കളിക്കുമ്പോൾ മറ്റേ ആൾക്ക് ഇതിൻ്റെ റൂൾസ് അറിയുന്ന ചറവറ അടിച്ച് തെറിപ്പിക്കും. അയാൾക്ക് റൂൾസ് അറിയാത്തതുകൊണ്ടാണ്. നമ്മളിപ്പുറത്തിരുന്ന് റൂൾസ് പറയുകയും ചെയ്യും, ഇങ്ങനെയല്ല പക്ഷേ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയാണ് അൺഫോർച്ചുനേറ്റ്ലി ഈ സിവിൽ സർവീസിൻ്റെ പല വ്യാഖ്യാനങ്ങളും, പല സീനിയർ ഉദ്യോഗസ്ഥരുടെ തന്നെ വ്യാഖ്യാനങ്ങൾ വളരെ വിചിത്രമാണ്. നാച്ചുറൽ ജസ്റ്റിസ് ഒന്നും ബാധകമല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഗവൺമെൻറ് എന്ന് പോലും പലർക്കും ധാരണയില്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കോടതിയെ ഓവർ റൂൾ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതി വിധി ഇപ്പോൾ ചില കേസിൽ ഞാൻ ഒരു ഫയലിൽ തന്നെ കണ്ടത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അറിയണം, ആൾക്കാർ അറിയണമല്ലോ. അതായത് സുപ്രീം കോടതി വിധിയുണ്ട്, പക്ഷേ അത് നടപ്പിലാക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളിവിടെ റൂൾ അമെൻഡ് ചെയ്തിട്ടില്ല എന്ന് ഫയലിൽ എഴുതുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് ഇത് എന്താ പറയുക ഇതിനൊക്കെ. ഈ നാച്ചുറൽ ജസ്റ്റിസൊക്കെ ഫണ്ടമെൻ്റലാണ്. പോട്ടെ, ഭരണഘടന എത്ര മേലെയാണെന്ന് പോലും ധാരണയില്ലാത്ത ആൾക്കാരുണ്ട്. എത്ര മേലെയെന്ന് ഞാൻ പറയുമ്പോൾ ഹയറാർക്കി ഓഫ് ലോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഹയറാർക്കി ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ ഭരണഘടന, ഭരണഘടനയിൽ നിന്നാണ് പിന്നെ നമ്മൾ എന്താ പറയുക സ്റ്റാറ്റ്യൂട്ടുകൾ, അതായത് പാർലമെൻ്റ് ആയാലും അസംബ്ലി ആണെങ്കിലും നിയമങ്ങൾ പാസ്സാക്കുന്നത്. അതിൻ്റെയും താഴെയാണ് റൂൾസ് തയ്യാറാക്കുന്നത്. അതിൻ്റെയും താഴെയാണ് പിന്നെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സായിട്ട് വരിക, അല്ലെങ്കിൽ സർക്കുലർ മറ്റേത് ഇതൊക്കെ പിന്നെ താഴെ വരുന്ന വളരെ 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 താഴെ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനാണ് ഹയറാർക്കി ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഈ ഹയറാർക്കിയിൽ വരുന്ന ഒരു സാധനമാണ് ശരിക്കും ഉത്തരവുകൾ എന്നൊക്കെ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സോ, അതിൻ്റെയും താഴെ വരും ഒരു കളക്ടർ ഓർഡർ ഇറക്കുന്ന ഇതൊക്കെ. ഇപ്പോൾ ഇത് ഓർഡർ ഉണ്ടല്ലോ ഇവിടെ, അല്ലെങ്കിൽ റൂൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഭരണഘടന പ്രശ്നമല്ല എന്ന് വിശ്വസിക്കുകയും എന്ന് ഘോരഘോരം തർക്കിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ നോക്കൂ, ഇപ്പോൾ ഭരണഘടനയിൽ നമ്മളെ റെസ്ട്രിക്ഷൻസ് ഇതാണ്, 19(2) ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന അവിടെ നിൽക്കട്ടെ, ഇത് കോൺട്രാക്ട് റൂൾ ഞാൻ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും എന്ന് തർക്കിച്ചുകൊണ്ടേയിരിക്കും വേണമെങ്കിൽ, രാവും പകലും തർക്കിക്കും വേണമെങ്കിൽ. അതിനുശേഷം ഇന്ന ഒരു സർക്കാർ ഉത്തരവുണ്ടല്ലോ, ഇത് പ്രകാരം നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ പാർട്ട് 3 പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണത്. അത് തൊടാൻ സാധിക്കില്ല. അത് തൊടണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞ രീതിയിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒഴുക്കിനെതിരെ താങ്കൾ ഇങ്ങനെ നീന്തുമ്പോൾ അതൊരു ഒറ്റയാൾ പോരാട്ടമായി തുടക്കത്തിൽ മാറുകയാണ്. അത് താങ്കൾക്ക് ഇപ്പോഴും താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന സിവിൽ സർവൻസിൻ്റെയൊക്കെ ഒരു പിന്തുണ താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിനകത്ത് നമ്മളിപ്പോൾ കാരണം താങ്കൾക്ക് വേണ്ടി മാത്രമല്ല, താങ്കൾക്ക് ശേഷം വരുന്ന അടുത്ത തലമുറ അല്ലെങ്കിൽ താങ്കളുടെ സഹപ്രവർത്തകർക്കൊക്കെ വേണ്ടിയാണ് താങ്കൾ ഈ രീതിയിലൊരു പോരാട്ടം നടത്തുന്നത്. ഞാൻ വീണ്ടും പറയാം, പോരാട്ടമൊന്നുമല്ല ഇത്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന സാധനം ചെയ്തു പോകുന്നു. ഇതിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വന്നതുകൊണ്ടാണ് ഇത്രയും ചർച്ച വന്നു പോയത്. പബ്ലിക് ഡൊമൈനിൽ ഞാനായിട്ട് കൊണ്ടുവന്നതല്ല. ഇത് വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺലി ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത്. താങ്കൾ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. ഇല്ലെങ്കിൽ ഞാൻ ഫയലിൽ വീണ്ടും ചീഫ് സെക്രട്ടറി ഒരു ചാർജ് മെമ്മോ നൽകിയപ്പോൾ താങ്കൾ അതിനൊരു വിശദീകരണം ചോദിച്ചു. ഇതൊന്നും തന്നെയും നമ്മുടെ ചരിത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. അത് വരുമ്പോഴാണ് അവിടെ ഒരു കൗതുകം വരുന്നുണ്ട്. ഡിസിപ്ലിനറി ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സ്പെസിഫിക് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അത് സർക്കാർ തലത്തിൽ അവിടെ നടക്കുകയല്ല. ഞാൻ അത് ഗവൺമെൻറ്റുമായിട്ട് സംവേദിച്ചോളാം. അത് ഈ പൊതുവേദിയിൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ നൈസിറ്റീസ് പലർക്കും അറിയില്ല. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് എന്തോ വലിയ സംഭവം അങ്ങനെയൊന്നുമല്ല. അത് നമുക്കൊരു ചാർജ് മെമ്മോ തരുമ്പം അതിനകത്തുള്ള ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ വലിയ വാർത്തയാവുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ചോദിച്ച പോയിന്റുകൾ ഒരുപക്ഷെ ലീഗലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കാം മീഡിയയ്ക്ക്, പക്ഷേ ചോദിക്കാറുണ്ട്, ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. ദാറ്റ് ഈസ് അനദർ തിങ്. അതിനകത്ത് ഇഷ്യൂ ഒന്നുമില്ല. ഇതിനകത്തൊരു ഫൈറ്റായിട്ടൊന്നും കാണാനൊന്നുമില്ല. എനിക്ക് വേറൊരു തോന്നിയിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാം പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്.
ഇതിനകത്തൊന്നൊരു പേഴ്സണൽ വിഷയം ഇംപേഴ്സണലായിട്ട് കണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഒബ്ജക്റ്റീവായിട്ട് ഇതിൻ്റെ റൂൾ ബൗണ്ട് ആയിട്ടുള്ള കാര്യമാണ് ഇത് പറയുന്നത്. ഈ റൂൾ ഇന്നത് പ്രകാരമാണോ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വേറെ രീതിയിലാണോ, അതിനകത്ത് തീരുമാനം എടുത്താൽ മതി. അല്ലാതെ ആളും മുഖവും നോക്കിയിട്ട് ഓരോന്ന് തീരുമാനിക്കാമെന്ന് ഈ പറയാറുണ്ട്. ഷോ മീ ദ ഫേസ് ആൻഡ് ഐ വിൽ ഷോ യു ദ റൂൾ എന്ന് പറയാറുണ്ട്. അതായത് ഇഷ്ടാനിഷ്ടം ആളെന്താണ് പറയുന്നത്, ആൾ ആരാണ്, അതിനനുസരിച്ച് ഉത്തരവെഴുതാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ആവരുത്. അതിനാണ് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ എങ്ങനെയാണ്, നമ്മൾ കൃത്യമായിട്ട് ഇത് എഴുതി വെച്ചിരിക്കുന്നത് അതിനാണ്. അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോവില്ലേ, രാജഭരണം പോലെ ആവില്ലേ? ഒരിക്കലും ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മേലുദ്യോഗസ്ഥർ എന്ത് പറയുമോ അതനുസരിച്ച് ഒപ്പിടാനോ അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാനോ ഉള്ളതല്ല. ഓരോ ജൂനിയർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം രേഖപ്പെടുത്തി തന്നെ പോകണം. എന്തുകൊണ്ട് ആ രീതിയിൽ അവിടെ നിന്ന് തന്നെ താങ്കൾ പരാതിപ്പെടാതെ ഈ രീതിയിലൊരു പബ്ലിക് ഡൊമൈൻ താങ്കൾ സ്വീകരിച്ചു എന്ന് ആവർത്തിച്ചുകൊണ്ട് ഒരു വിമർശനം താങ്കൾക്കെതിരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്? ഇതാണ് ഞാൻ പറയുന്നത്, അകത്തെന്താ നടന്നതെന്ന് ഇവർ അറിയുന്നില്ലല്ലോ. ഇത് ജഡ്ജ് ചെയ്യാണ് ആൾക്കാർ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യു ലുക്ക് അറ്റ് ദ പേഴ്സൺ ആൻഡ് യു ആർ ജഡ്ജിങ്, അത്രേ ഉള്ളൂ. അകത്ത് എത്ര എഴുത്തുകുത്തുകൾ നടന്നിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ഈ വിഷയങ്ങൾ മാത്രമല്ല, വേറെയും പല വിഷയങ്ങളും ഫയലിൽ നോക്കിയാൽ കിട്ടും. ഇത് ഞാൻ വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ, അതൊക്കെ അവിടെ ഉണ്ട്. പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ വന്നത് ഞാൻ കൊണ്ടുവന്നതുമല്ല. പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നതിന് ശേഷം ആര് കൊണ്ടുവന്നു, അതുകൊണ്ടാണ് ഞാൻ ഐ വാസ് നോട്ട് ദ ഫസ്റ്റ് വൺ. അല്ല, ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എന്തും ക്രിറ്റിസൈസ് ചെയ്യും. എനിക്ക് ക്രിറ്റിസൈസ് ചെയ്താലും ഇല്ലെങ്കിലും ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് റിയലി കെയർ. കാരണം എനിക്ക് ശരിയും തോന്നുന്ന കാര്യം ഞാൻ ചെയ്തു പോകുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ കൂടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ കൂടെ ആളുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റു ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടോയെന്നോ, മേലുദ്യോഗസ്ഥർ കൂടെ ഉണ്ടോ, ഇല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ കൂടെ ഉണ്ടോ, അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഈ മോബ് എവിടെയാണോ അതിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നതാണ് ലീഡർഷിപ്പ് എന്ന് ഇന്നത്തെ കാലത്ത് പറയാറുണ്ട്. അതല്ല, ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എതിർത്ത് നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ശരിയും തോന്നുന്ന സാധനം നിങ്ങൾ ചെയ്യണം. ആ സംഭവം നിങ്ങൾ ആ സ്റ്റാൻഡ് എടുക്കാനുള്ള ആർജവം കാണിക്കണം. എന്നിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതാണ് ഒരു നല്ല ലീഡർ ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. ഞാൻ വലിയ ലീഡറൊന്നുമല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ ആസ് എ പേഴ്സൺ, ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാൻ എന്നോട് തന്നെ ശരി കാണിക്കണമല്ലോ. ഇപ്പോൾ എനിക്ക് ശരിയും തോന്നുന്ന ഈ കാര്യം ഇത് ആരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ ആരുടെയും അപ്രൂവലിലോ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈവൻ വളരെ സീനിയർ റിട്ടയർഡ് ആൾക്കാരോ ഇതൊന്നും അപ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല. കാരണം അവർ ശീലിച്ചത് വേറെയാണ്. ഇപ്പോൾ ആനയെ വളർത്തുമ്പോൾ കുട്ടി ആനയായിരിക്കുമ്പോൾ, ചെറുതായിരിക്കുമ്പോൾ അത് അത്യാവശ്യം ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും. അന്നേരം വലിയ ചങ്ങല കെട്ടിക്കൊടുക്കും, വലിയ ശക്തമായ ചങ്ങല കെട്ടിക്കൊടുക്കും. അപ്പോൾ ഈ കുട്ടി ആന ഓടാനും ചാടാനൊക്കെ ശ്രമിക്കും, എവിടെയും പോകാൻ പറ്റില്ല. കുറേ കഴിയുമ്പോൾ അതങ്ങ് വിടും. ഓക്കെ, ഇതാണ് എൻ്റെ വിധി എന്നങ്ങ് സ്വീകരിക്കും. പിന്നെ വലിയ കൊമ്പനായി കഴിയുമ്പം ഒരു നൂല് പോലുള്ളൊരു ചെറിയ ചങ്ങലയാണ് കെട്ടിക്കൊടുക്കുക. ആ നൂല് പേടിച്ച് ആ ആന അങ്ങനെ നിൽക്കുക, കാരണം അവന് ശീലിച്ചതാണ്. ഇപ്പോൾ ഈ റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ആരെയും ഇതായിട്ട് പറയില്ല, പക്ഷേ വർഷങ്ങളോളം ഇതിനകത്ത് കഴിച്ചു കൂട്ടിയതിന് ശേഷം, ശീലിച്ചതിന് ശേഷം അവർ സ്വയം വിശ്വസിക്കുന്നത് ഈ നൂലുണ്ടല്ലോ, ഭരണഘടനാ വിരുദ്ധമായിട്ട് പോലും കെട്ടിവെച്ചിരിക്കുന്ന ഈ നൂലുകളൊക്കെ ഭയങ്കര ശക്തിയുള്ള എന്തോ സംഭവമാണ് എന്ന് വിശ്വസിക്കുകയാണ്. ആക്ച്വലി ഒന്നും അല്ല അത്. അതിന് യാതൊരു ബലവും ഇല്ല. ഭരണഘടനാപരമായിട്ടല്ലാത്ത ഒന്നിനും നമ്മളെ നിയന്ത്രിക്കാൻ യാതൊരു ശക്തിയുമില്ല. നമ്മൾ ശീലിച്ചു പോയി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്ന് വിരട്ടുമ്പോൾ ഉടനെ തൊഴുതു പിടിക്കാൻ ശീലിച്ചു പോയി നമ്മളൊക്കെ. ഇത് പുറത്ത് സർക്കാർ ഉദ്യോഗസ്ഥൻ നാട്ടുകാരുടെ പുറത്ത് കുതിര കയറുന്നു, അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥൻ്റെ പുറത്ത് കുതിര കയറുന്നു. അതൊക്കെ തൊഴുതു പിടിച്ച് നിന്ന് ശീലിച്ചും പോയി. ആസ് എ സൊസൈറ്റി നമ്മളിത് ശീലിച്ചു പോയി. നിങ്ങളുടെ അവകാശം എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാവണ്ടേ? നമ്മൾ ട്രഡീഷണലി ഒരു തൊഴുതു പിടിച്ച് അല്ലെങ്കിൽ വിധേയത്വം കാണിച്ച് വളർന്ന സൊസൈറ്റി ആയതുകൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്നും സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് ഉൾക്കൊള്ളുന്നില്ല. മെൻ്റലി അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാത്തത് കാരണം അടിമത്തം എവിടെയോ കിടപ്പുണ്ട്. അത് ട്രാൻസിറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചിലത് തിരിച്ച് ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാമോ, അങ്ങനെയൊക്കെ പറയാമോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നതാണ്. ഈ അടിമത്തം താങ്കൾ പറഞ്ഞതുപോലെ ഈ അടിമത്തം ഇങ്ങനെ എവിടെയൊക്കെയോ ഇപ്പോഴും ആ കൊളോണിയൽ സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് പോലും പതിറ്റാണ്ടിൽ കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ അടിമത്തത്തിൻ്റെ ഒരു ഫീലിംഗ് ഇപ്പോഴും ഉണ്ട്. അത് പേടിയല്ലേ? ഇപ്പം ഞാൻ തന്നെ ഓർക്കാണ്, ഞാൻ ഇപ്പം പഠിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അന്നും എല്ലാം തന്നെ നമ്മൾ സിസ്റ്റത്തിന്, ഗവൺമെൻറ്റിനെ ഒരു ഭയത്തോടെയല്ലേ കാണാം.
ഒരു പോലീസ് വണ്ടി അതിലേ പോകുമ്പോൾ ഉടനെ ഒരു പേടി. എന്തിനാ? നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്തു? ഒന്നും ചെയ്ത് കാണില്ല, പക്ഷേ എന്നാലും ഒരു വലിയ പ്രശ്നത്തിലും ആവുമോ നമ്മൾ? കാരണം സിസ്റ്റം ക്യാൻ ഹാം യു എന്നുള്ളൊരു ഭയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഭയം ഇപ്പോൾ പലരും ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നത്. ഗവൺമെൻറ് അകത്ത് കയറിയാൽ കുറച്ചെങ്കിലും ഭയം കുറയാമല്ലോ, നിങ്ങളും പിന്നെ അതിൻ്റെ ഭാഗമായി. പക്ഷേ അതിനകത്ത് കയറിയാലും മുകളിൽ നിന്ന് ഇൻഡാസ് അടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പേടിച്ചു പോകും. ഈ ഒരു പെർപ്പച്വൽ ഫിയറിൽ ജീവിക്കണം എന്ന് നമ്മളെയൊക്കെ അങ്ങ് പഠിപ്പിച്ച് വെച്ചതുപോലെയാണ്. ഈ പറഞ്ഞതെല്ലാം നറേറ്റീവുകളാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ എന്താണ്, എന്നെ തൂക്കിക്കൊല്ലും. 2-3 പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട് ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ആ സമയത്ത് ഒരു ഹ്യൂമർ സെൻസും ആ പ്രായത്തിൻ്റെ ഒരു ഇതിലുമാണ് ഞാൻ ഒരു കുന്നംകുളം മാപ്പിട്ടു. ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ മിനിസ്റ്റർ ഇസ് ദ ബോസ്. ഇപ്പോൾ ഈ മിനിസ്റ്റർക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. കാരണം അദ്ദേഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഇൻബോക്സിൽ കിടക്കുന്ന ഒരു ഫയൽ ഇല്ലീഗലി IT ആക്ട് വയലേറ്റ് ചെയ്തിട്ട് പുള്ളി ചെയ്തിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും കഷ്ടപ്പാടുപെട്ട് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി രാവിലെ തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേണ്ടതിലധികം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ പൂട്ടിയിട്ട് നടക്കാം.